നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ലഹരി കേസുകളിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. മാവേലിക്കര എക്സൈസ് കോംപ്ലക്സിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും നവാഗതർക്കുള്ള സ്വീകരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കുമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ദലീമ ജോജോ MLA ഉദ്ഘാടനം ചെയ്തു. അപകടത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്ക് റെയിൽവേ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന പ്രമേയവുമായി റെയിൽവേ കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അംഗീകാരം നേടിയ ആയുഷ് സ്ഥാപന ജീവനക്കാരെ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. ലഹരി കേസുകളിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് അഭിപ്രായപ്പെട്ടു. മാവേലിക്കര എക്സൈസ് കോംപ്ലക്സിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരി കേസുകളിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അഭിപ്രായപ്പെട്ടു. മാവേലിക്കര എക്സൈസ് കോംപ്ലക്സ് ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ കേരള എക്സൈസ് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ലഹരി കേസുകളിൽ നടപടി എടുക്കുന്നതിനോടൊപ്പം തന്നെ വിമുക്തി പോലെ രാജ്യത്താകെ മാതൃകയായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുന്നു. 2024-25 കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം 25,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് രാജ്യത്താകെ പിടികൂടിയത്. കേരളത്തിൽ ഗൗരവമായ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എക്സൈസ് കോംപ്ലക്സിന്റെ ഒന്നാം ഘട്ടമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എക്സൈസിന് മുമ്പ് എന്നത്തെക്കാൾ പ്രാധാന്യം ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്ന എക്സൈസ് അല്ല ഇന്നുള്ളത്. അന്നത്തെ ചുമതലകൾ അല്ല ഇന്ന് നിറവേറ്റാനുള്ളത്. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയെ മുന്നിൽ നിന്ന് നേരിടുന്ന സേനയാണ് ഇന്ന് എക്സൈസ് സേന. ലോകത്താകെ വലിയ ഭീഷണിയായിട്ട് ഉയർന്നു വന്നിട്ടുള്ള മയക്കുമരുന്നിന്റെ, അതിൽ തന്നെ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഭീഷണിയെ നേരിടുക എന്ന വളരെ ഗൗരവമേറിയ ഉത്തരവാദിത്വമാണ് എക്സൈസിന് നിർവഹിക്കാനുള്ളത്. അത് കേരള എക്സൈസ് മാതൃകാപരമായ രീതിയിൽ തന്നെ, അഭിമാനകരമായ രീതിയിൽ തന്നെ നിർവഹിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കൗൺസിലിംഗ് കൊടുക്കുക, ചികിത്സ കൊടുക്കുക, ലഹരി മോചനം ഉറപ്പുവരുത്തുക, വിപുലമായ ബോധവൽക്കരണം, ഇങ്ങനെ വൈവിധ്യമാർന്ന ചുമതലകളാണ് കേരളത്തിലെ എക്സൈസ് ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയേറെ വൈവിധ്യമാർന്ന ചുമതലകൾ എക്സൈസ് നിറവേറ്റുന്നില്ല. ഉദ്ഘാടന ചടങ്ങിൽ MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര മുൻ MLA R രാജേഷ്, എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ, തഴക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ്, വൈസ് പ്രസിഡന്റ് അംബിക സത്യനേശൻ, അഡീഷണൽ എക്സൈസ് കമ്മീഷണർ S ദേവമോഹൻ, മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീല ടീച്ചർ, തഴക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ S അനിരുദ്ധൻ, സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ G ഹരിശങ്കർ, സോഷ്യൽ വെൽഫെയർ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് മുരളി തഴക്കര, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ S അശോക് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും നവാഗതർക്കുള്ള സ്വീകരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും നവാഗതരായ വിദ്യാർത്ഥികൾക്ക് വരവേൽപ്പും നൽകി. MCA, BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നീ പുതിയ കോഴ്സുകൾക്കാണ് തുടക്കം കുറിച്ചത്. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒഴിവാക്കാൻ നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ ചില സമയത്ത് അങ്ങനെയാണ്.
എന്നാൽ മിക്കവാറും എഞ്ചിനീയറിംഗ് മേഖലയിൽ നമ്മുടെ കോളേജ് ഉൾപ്പെടെയുള്ള ഒരു കോഴ്സിൻ്റെ ഡിമാൻഡ് ഓരോ വർഷവും മാറി മാറി വരികയാണ്. ഈ വർഷം ഒരു കോഴ്സിന് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഈ വർഷം ഡിമാൻഡ് കുറഞ്ഞ കോഴ്സിന് അടുത്ത വർഷം ഡിമാൻഡ് കൂടുതലാണ്. ഇങ്ങനെയൊരു വ്യത്യാസം പൊതുവെ നമ്മൾ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കോഴ്സിൽ ആരെങ്കിലും കോഴ്സ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ നേരത്തെ പോലെ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഈ പ്രാവശ്യം നമുക്ക് 2 കോഴ്സുകൾ MCA കോഴ്സും അതുപോലെ BTech ഇൻ ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സും ഈ 2 കോഴ്സാണ് ഈ വർഷം നമുക്ക് അനുവദിച്ച് കിട്ടിയത്. അത് ആവശ്യപ്പെട്ട് കുറച്ച് കാലതാമസം വന്നു. എൻ്റെ ഭരണപരമായ നടപടി സ്വീകരിക്കാൻ അഡ്മിഷൻ്റെ ലാസ്റ്റ് ടൈമിലേക്കാണ് നമ്മുടെ കോഴ്സ് ഇപ്പോൾ സാങ്ഷൻ ചെയ്ത് കിട്ടിയത്. ഈ വർഷം അതിൻ്റെ ഒരു പരിമിതി സ്വാഭാവികമായിട്ടും അഡ്മിഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ അടുത്ത വർഷം നമുക്ക് അത് ഫുൾ സ്വിങ്ങിൽ തന്നെ മുഴുവൻ സീറ്റിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കുള്ള അവസരമാണ് അടുത്ത വർഷം സ്വാഭാവികമായിട്ട് വരിക. MCA കോഴ്സ് അതുപോലെ BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുമാണ്. ഈ 2 കോഴ്സും നമുക്ക് ഈ വർഷം മുതലേ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. രക്ഷകർത്താക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല, മറിച്ച് കുട്ടികൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ വേണം തിരഞ്ഞെടുക്കേണ്ടതെന്ന് MLA പറഞ്ഞു. കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ റോബിൻ വി വർഗീസ് അധ്യക്ഷനായി. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മേധാവി ഡോക്ടർ N സുരേഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് A സുരേഷ്, പ്രൊഫസർ അനിത് കൃഷ്ണൻ, M ഷംനാഥ്, ഡോക്ടർ V സുനിൽ രാജ് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ KG ജയമോഹൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കുമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ദലീമ ജോജു MLA ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കുമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ദലീമ ജോജു MLA നിർവഹിച്ചു. ജീവിക്കാൻ വേണ്ടി ദുരിതപൂർണമായ തൊഴിലെടുക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളെന്നും സർക്കാർ അവർക്ക് വേണ്ടി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും MLA പറഞ്ഞു. സാധാരണ എല്ലാവരും നിന്നുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടൊക്കെയാണ് പണിയെടുക്കുന്നതെങ്കിൽ നമുക്ക് പീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല. ശരീരം നല്ലോണം ഒരു ആയാസം ശരീരത്തിന് വരുന്നില്ല. ശരിക്കും രോഗികളായി മാറുവാൻ ഉള്ള രോഗാതുരമായ അവസ്ഥകളിലൂടെയാണ് നമ്മുടെ പീലിംഗ് ഷെഡ് തൊഴിലാളികൾ, പാവപ്പെട്ട അമ്മമാർ മുന്നോട്ട് പോകുന്നത്. അത് സ്ത്രീജനങ്ങളാണ്. ഒത്തിരി പ്രസവങ്ങളെ തരണം ചെയ്തവർ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ധാരാളം രക്തം പോകുന്ന സ്ത്രീജനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അതുകൂടാതെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ത്രീകളുടെയും ഗർഭപാത്രം വരെ ഒരുപക്ഷെ പുറത്താണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മാത്രം ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിച്ച് അത് പൊളിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കൈകളിൽ വലിയ ചൊറിച്ചിലും ഇതുമൊക്കെ അനുഭവപ്പെടും. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ പാവപ്പെട്ട സ്ത്രീജനങ്ങൾ എന്തെല്ലാം ദുരിതങ്ങളാണ് അവർ അനുഭവിക്കുന്നത് ജീവിക്കാൻ വേണ്ടി. അതും ഇത്ര ഭാഗം ചെമ്മീൻ പൊളിച്ചാലാണ് അവർക്ക് കൂലി കിട്ടുന്നത്. ഒരു പ്ലേറ്റ് എന്നൊക്കെ ഉണ്ട്, ഒരു ബേസനൊക്കെ, ഇത്ര ബേസൻ എന്നൊക്കെ. സ്വകാര്യ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ത്വക്ക് രോഗം, നേത്രരോഗം തുടങ്ങിയവയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലുണ്ടായിരുന്നു. 300 മത്സ്യത്തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്ത് സേവനം പ്രയോജനപ്പെടുത്തി. രോഗനിർണയം നടത്തിയവർക്കുള്ള തുടർ ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ ക്ഷേമനിധി ബോർഡ് വഴി നൽകും. എഴുപുന്ന സെയിന്റ് ആന്റണീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സംഗീത മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VG ജയകുമാർ, R പ്രദീപ്, രാഖി ആന്റണി, രാഖിണി രമണൻ, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ജീവൻ, മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, മത്സ്യബോർഡ് കമ്മീഷൻ H സലീം, മത്സ്യബോർഡ് അംഗം KK രമേശൻ, തീരദേശ വികസന കോർപ്പറേഷൻ അംഗം PI ഹാരിസ്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് PR കുഞ്ഞച്ചൻ, മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഷാനവാസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അപകടത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്ക് റെയിൽവേ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന പ്രമേയവുമായി റെയിൽവേ കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അപകടത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്ക് റെയിൽവേ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, ആലപ്പുഴ എറണാകുളം പാത ഇരട്ടിപ്പിക്കൽ ജോലിയിലെ അനാസ്ഥ ഒഴിവാക്കുക, ആവശ്യമായ മുഴുവൻ ഇടങ്ങളിലും മേൽപ്പാലം നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ പ്രമേയമായി അവതരിപ്പിച്ച് റെയിൽവേ കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു.
കപ്പക്കട PKC സ്മാരക ഹാളിൽ ചേർന്ന കൺവെൻഷൻ അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ജോലിയെടുക്കുന്ന മേഖല ഇന്ത്യൻ റെയിൽവേയാണ്. നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം ട്രാക്കിലെ ജോലിയാണ്. ട്രാക്ക് ബിൽഡ് ചെയ്തും അതിൻ്റെ പരിപാലനമൊക്കെയാണ് നിങ്ങളുടെ ജോലിയുടെ പ്രധാനപ്പെട്ട ഭാഗം. ട്രാക്കിലെ ജോലി എന്ന് പറഞ്ഞാൽ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ ഒരു തടസ്സവും കൂടാതെ തുറന്ന കിടക്കുന്ന നിലയിലേക്ക് ഉണ്ടാവുക അതിൻ്റെ സഞ്ചാരത്തിൽ എന്നത് പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ കടുത്ത വെയിലിലും കടുത്ത മഴയിലും അതല്പം പോലും വേറെ മാറിപ്പോവാതെ നിങ്ങളുടെ മേലെ പതിച്ചുകൊണ്ടാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. കഠിനമായ ജോലിയാണ് നിശ്ചയമായും ഇതര തൊഴിൽ മേഖലയെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന കഴിയുന്നതാണ്. അങ്ങനെ ആ ജോലി ചെയ്യുന്ന നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിൽ മേഖലയിൽ ഒരു കാര്യമായ പരിരക്ഷ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഒരു സംരക്ഷണം എന്നത് കാര്യമായി പരിഗണിക്കപ്പെടുന്നത് പോലുമില്ല എന്നതാണ് നമ്മുടെ തൊഴിൽ മേഖലയിലെ ഏറ്റവും ഗൗരവമായി നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. സാധാരണ തൊഴിലാളിയെ കൂടി പണിയെടുപ്പിക്കുമ്പോൾ ആ പണിയെടുപ്പിക്കുന്ന തൊഴിലാളിയുടെ ജീവന് മേലെ ശക്തമായ ഒരു സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് തൊഴിൽ ദാതാവിൻ്റെ പ്രധാനപ്പെട്ട നിയമപരമായ ഉത്തരവാദിത്വമാണ്. ഏറെ പ്രതികൂലമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന RCLU തൊഴിലാളികളുടെ ജീവന് തൊഴിൽദാതാവായ റെയിൽവേ സുരക്ഷ ഒരുക്കണമെന്ന് എച്ച് സലാം ആവശ്യപ്പെട്ടു. RCLU ജില്ലാ പ്രസിഡന്റ് A മഹീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി VC ബെന്നി, വൈസ് പ്രസിഡന്റ് G ഷിബു, സംസ്ഥാന ട്രഷറർ MM ജോണി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PJ ജയ്മോൻ, CITU ഏരിയ സെക്രട്ടറി K ജയകുമാർ, സെക്രട്ടറി VK ബൈജു, യൂണിയൻ ആലപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറി S ശ്യാംലാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P രമേശൻ യോഗത്തിന് സ്വാഗതം പറഞ്ഞു. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അംഗീകാരം നേടിയ ആയുഷ് സ്ഥാപന ജീവനക്കാരെ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അംഗീകാരം നേടിയ ആയുഷ് സ്ഥാപന ജീവനക്കാരെ ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എച്ച് സലാം MLA ആദരിച്ചു. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറികളായ ആര്യാട്, കഞ്ഞിക്കുഴി, കരുമാടി, പുലിയൂർ, വെളിയനാട്, കണ്ടല്ലൂർ, ദേവികുളങ്ങര, തകഴി, വിയ്യപുരം, ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറികളായ അമ്പലപ്പുഴ സൗത്ത്, ഭരണിക്കാവ്, മാന്നാർ, മാരാരിക്കുളം സൗത്ത്, മുതുകുളം, പാലമേൽ മാരാരിക്കുളം നോർത്ത്, മാവേലിക്കര, തെക്കേക്കര, പാണവള്ളി, തിരുവൻവണ്ടൂർ, മണ്ണഞ്ചേരി ഗവൺമെന്റ് സിദ്ധ ഡിസ്പെൻസറി ജീവനക്കാരെ ആണ് ആകെ ആദരിച്ചത്. ജില്ലാ ഹോമിയോ വകുപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി സെബാസ്റ്റ്യൻ അനുമോദന ചടങ്ങിൽ അധ്യക്ഷയായി. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P ജിജി ജോൺ, ദേശീയ ആയുഷ് മിഷൻ സംസ്ഥാന ക്വാളിറ്റി കൺസൾട്ടന്റ് K മഞ്ജു, DHS ജില്ലാ സൂപ്രണ്ട് ഡോക്ടർ റംലത്ത് കുഴിക്കാട്ടിൽ, പുന്നപ്ര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി, ചേർത്തല GAH ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ J ജ്യോതി, പുളിങ്കുന്ന് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K മധു, പള്ളിപ്പാട് GAD മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S കവിത, തൈക്കാട്ടുശ്ശേരി APHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി ജയദേവ്, അരൂക്കുറ്റി GAD യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അൻസില നാസർ, ചമ്പക്കുളം GHD ഫാർമസിസ്റ്റ് AJ ലീന എന്നിവർ സംസാരിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KG ശ്രീജിനൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി കേസുകളിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. മാവേലിക്കര എക്സൈസ് കോംപ്ലക്സിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിലുള്ള പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും നവാഗതർക്കുള്ള സ്വീകരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കുമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ദലീമ ജോജോ MLA ഉദ്ഘാടനം ചെയ്തു. അപകടത്തിൽപ്പെടുന്ന തൊഴിലാളികൾക്ക് റെയിൽവേ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന പ്രമേയവുമായി റെയിൽവേ കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അംഗീകാരം നേടിയ ആയുഷ് സ്ഥാപന ജീവനക്കാരെ ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു.
എച്ച് സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.